ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പെൻസിൽ സ്കെച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊരു വീടുണ്ട്. അതൊരു പഴയൊരു ബിൽഡിംഗ് ആണ്. പണ്ട് ചായക്കട പോലെ എന്തോ ആയിരുന്നൊരു സജീവമായിരുന്നൊരു ബിൽഡിംഗ് ആണ്. അതിപ്പോൾ ഉപയോഗക്ഷമമല്ലാത്ത രീതിയിൽ പഴകി പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലാണ്. ആ ബിൽഡിംഗ് ആണ്, ഓടിട്ടൊരു ബിൽഡിംഗ് ആണ്. അതാണ് നമ്മളിപ്പോൾ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുറ്റത്ത് ഈ ആൾപ്പെരുമാറ്റമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പുല്ലൊക്കെ പിടിച്ചൊരവസ്ഥയിലാണ് കിടക്കുന്നത്. അതിൻ്റെ പിന്നിലൊരു മരം നിൽക്കുന്നുണ്ട്. അതൊരു മാവാണ്. അതിൻ്റെ പിന്നിലൊരു പുഴയുണ്ട്. പുഴയുടെ അപ്പുറത്ത് ഒരു തീരമുണ്ട്. അത് നമ്മളതിൻ്റെ മുകളിലേക്ക് വെള്ളം വാഷ് ചെയ്യാണ്. ഒരു ഇഞ്ചിൻ്റെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് നമ്മളതിനകത്തേക്കൊരു ഫുള്ളായിട്ട് വെള്ളം വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിനകത്ത് വാട്ടർ കളറിൽ വെറ്റ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. അതും തന്നെ കൊബാൾട്ട് ബ്ലൂ നമ്മൾ സ്കൈയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് വെള്ളത്തിലേക്ക് മിക്സായിട്ട് ലയിച്ച് ചേരും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മേഘാവൃതമായ ഒരാകാശമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊബാൾട്ട് ബ്ലൂവിൽ കുറച്ച് ബ്ലാക്കും കൂടി ചേർത്തിട്ടുണ്ട്. ഡെപ്ത് കൂടും. ബാക്കുള്ള ആ മരത്തിന് വിർഡിനും സാപ്പും ചേർന്നിട്ടുള്ളൊരു ടോൺ. ഇതൊരു ഫസ്റ്റ് വാഷാണ്. വാഷ് ചെയ്ത് വിട്ടാൽ മതി. യെല്ലോ ചേർത്തിട്ടുള്ളൊരു ഗ്രീനും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ. ഇതൊക്കെ പുല്ല് നിറഞ്ഞു നിൽക്കുന്നൊരു ഏരിയയാണ്. കണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ ഓട് വരുന്ന ഭാഗത്ത്, കുറച്ച് പഴയ ഓടാണ്. അപ്പോൾ അത് വരുന്ന ഭാഗത്ത് നമ്മൾ ബെൻസീനയും വെർമിലിനും ചേർത്തിട്ടുള്ള ടോണും അതിൻ്റെ ആ ഡാർക്ക് ഷെയ്ഡിൽ ഒരു കുറച്ച് മോവ്, വയലറ്റ് ടോണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്ത്, അതിൻ്റെ ചുവരൊക്കെ വരുന്ന ഭാഗത്ത് ഒരു പഴകിയ ഒരു ടോണാണ് അതിനകത്ത്. അതിൻ്റെ മുന്നിലുള്ള ഒരു ഓക്കറും ബെൻസിനും ചേർത്തിട്ടുള്ള വേറെ ടോൺ, അതിൻ്റെ മുന്നിലെ മണ്ണിന്. അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതിന് മുന്നിലേക്ക് നമ്മൾ സെക്കൻഡ് ടോൺ വയ്ക്കുകയാണ്. പിന്നിലുള്ള മാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സാപ്പിനും ബ്ലാക്കും ചേർന്നിട്ടുള്ള കുറച്ച് ബെർഡിൻ ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഒരു ടോണാണ് നമ്മൾ വയ്ക്കുന്നത്. അതിനെ വേർതിരിക്കുകയാണ് നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആയിട്ട്. ഇതിൻ്റെ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലാലോ? വലതു ഭാഗത്തു നിന്നാണ് വരുന്നത് അതിൻ്റെ ലൈറ്റ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഷെയ്ഡാണ് ഇവിടെ വയ്ക്കുന്നത്. ഒരു റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ. ഒരു 6 പോയിൻറ്റിൻ്റെ റൗണ്ട് ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ ഏത് ബ്രഷ് ഉപയോഗിക്കണം എന്നൊക്കെ, അതൊക്കെ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റൈൽ, ആർട്ടിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഒരൊറ്റ ബ്രഷ് കൊണ്ട് മാത്രം ഫുൾ പടം വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഫ്ലാറ്റ് ബ്രഷ് മാത്രം വെച്ച് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ആർട്ടിസ്റ്റിൻ്റെ മനോധർമ്മം അനുസരിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന ബ്രഷ് ഇവിടെ ഉപയോഗിക്കണം, ഇന്ന ബ്രഷ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയാൻ കഴിയില്ല. നന്നായി ഡാർക്ക് വന്ന ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് ചേർത്തിട്ടാണ് നമ്മൾ ആ ടോൺ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ആ പുഴയുടെ അക്കരയായി കാണുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ വളരെ ലൈറ്റായിട്ട് ബ്രഷിൻ ബ്ലൂവും കുറച്ച് ബ്ലാക്കൊക്കെ ചേർത്തിട്ട് കുറച്ച് ഗ്രീനും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ടോണാണ് വയ്ക്കുന്നത്. ദൂരെ അങ്ങനെ കാണുള്ളൂ നമുക്ക്. ഇവിടെ മരങ്ങളുണ്ട്. ഇവിടെ ലൈറ്റായിട്ടാണ് നിൽക്കുന്നത് കാണാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അത്രയും മതി ഡീറ്റെയിൽസ്. അങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അതിൻ്റെ മരത്തിൻ്റെ ബാക്കി നിൽക്കുന്ന മരത്തിൻ്റെ ഇലകൾ ശരിക്കും ഓടിലേക്ക് ചാടി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഓടിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റാത്ത രീതിയിൽ ഓടിലേക്ക് ഇലകൾ ചാഞ്ഞു കിടക്കുന്നുണ്ട്.
വേർതിരിക്കുന്ന ലൈൻസാണ് ഇവിടെ ഇടുന്നത്. അതിൻ്റെ ഡാർക്ക് വരുന്ന ഭാഗത്ത് ബെൻസീനയിലേക്ക് കുറച്ച് മോവും ബ്ലാക്കും ചേർത്തിട്ടുള്ള ടോൺ. മോവ് എന്ന് പറയുന്നത് വയലറ്റ് ടോണാണ്. വുഡിൻ്റെ കളറായിട്ട് നമ്മൾ ബെൻസീന, വെർമിലിയൻ റെഡ് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഭിത്തിക്ക് കുറച്ച് പ്രഷ്യൻ ബ്ലൂ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസൈഡിലെ ഡാർക്ക് വരുന്ന ചുമരിന് നമ്മൾ ബെൻസീന, പ്രഷ്യൻ ബ്ലൂ തുടങ്ങിയ കളേഴ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ബ്ലാക്കൊക്കെ ആവശ്യാനുസരണം ഏത് ഡാർക്ക് ടോൺ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് കളറിൻ്റെ ഒപ്പം ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ അരമതിൽ പഴയ ഒരു സജീവമായിരുന്ന ഒരു കടയോ മറ്റോ ആയിരുന്നു. ഇപ്പോൾ ആൾപ്പെറ്റ് മറ്റൊന്നും ഇല്ലാതെ കിടക്കുകയാണ്, ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് കാണാം. പഴകിയ ആ ഫീൽ അതിനകത്ത് കൊണ്ടുവരണം നമുക്ക്. എൻ്റെ മുന്നിലൊരു മരത്തടി കുഴിച്ചിട്ട നിലയിലുണ്ട്. മുറ്റത്തൊക്കെ പുല്ല് പടർന്ന് പിടിച്ച് ആൾപ്പെറ്റ് മറ്റില്ലാത്തതുകൊണ്ട് പുല്ലൊക്കെ പടർന്ന് പിടിച്ച് കിടക്കുന്നുണ്ട്. ആ പുല്ലുകളെ നമുക്കൊന്ന് തെളിച്ചെടുക്കാം. വെറഡിയൻ ഗ്രീനും ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് കൂട്ടിയിട്ടുള്ള ടോണൊക്കെയാണ്, സാപ്പ് ഗ്രീനിൽ ബ്ലാക്ക് ചേർത്തിട്ടുള്ള ടോണൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുല്ലിൻ്റെ ടെക്സ്റ്റേഴ്സിനെ നമ്മൾ അതേപോലെ പുല്ലാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഒരു ബ്രഷ് വെച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഷ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ആ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഞാൻ ആ റൗണ്ട് ബ്രഷ് വെച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടവർക്ക് കൂടെ പോയിന്റ് ബ്രഷുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോൺ ഡാർക്കാക്കി കൊടുക്കുന്നത്. കൂടുതൽ വേർതിരിഞ്ഞ് നമുക്ക് വ്യക്തത കിട്ടും. എൻ്റെ മുന്നിലായിട്ടൊരു സ്ലാബ് കിടക്കുന്നുണ്ട്, ഇരിക്കാൻ പറ്റിയ ഭാഗത്തിന് ആളുകളൊക്കെ ഇരുന്നിരുന്ന രീതിയിലൊരു സ്ലാബ്. അതിൻ്റെ ഇൻസൈഡിലെ ചുമരിനെ നമ്മൾ ബ്ലാക്ക് കൂടുതൽ ചേർത്ത ടോൺ ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽ കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ജനലുകളുണ്ട്, വാതിലുണ്ട്. ഓടിൻ്റെ എഡ്ജിനെ നമ്മൾ വേർതിരിച്ചെടുക്കുകയാണ്. ഓടൊക്കെ പഴകി അതൊക്കെ ഫീൽ ചെയ്യുന്നൊരു ടോൺ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. നല്ല ഡാർക്ക് വരുന്ന ഭാഗത്ത് നേരിട്ട് ബ്ലാക്ക് തന്നെ ഉപയോഗിക്കാം. പുല്ലിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ടോൺസ്. ഇരിക്കാനുള്ള സ്ലാബാണ് ഇപ്പോൾ ആ ടോൺ വെച്ച് നമ്മൾ തിരിച്ചെടുത്തത്. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഡാർക്കായിട്ടുള്ള ടോൺസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ടേപ്പ് പൊളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ അതിമനോഹരമായ ചിത്രം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പെയിൻറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.